നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ നടത്തുന്ന ഒരു ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ രോഹിത് വെൺമുണ്ടിയെ പോലെയുള്ള ചില ആളുകൾ, ചില എസ്-സി, എസ്-ടി അങ്ങനെ സംവരണ വിഭാഗത്തിൽ പെടുന്ന ചില ആളുകളുടെ കേസ് അവരുടെ ഒരു സംഭവത്തിലൊക്കെ നമ്മുടെ കേരളത്തിൽ നിന്നടക്കമുള്ള ഇടതുപക്ഷ ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കൾ അടക്കം എടുത്ത ചില നിലപാടുകളുണ്ട്. അതൊക്കെ നമ്മൾ എന്താ പറയാ മനുഷ്യത്വപരമായി എടുക്കുന്ന നിലപാടുകൾ എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങ് കേരളത്തിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ PhD കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പല കാര്യങ്ങളിലും എസ്-സി, എസ്-ടി വിഭാഗക്കാരെ നമ്മുടെ സംസ്ഥാന സർക്കാർ തഴയുന്ന ഒരു സംഭവമാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അത്തരം സംഗതികളാണ് നടക്കുന്നത്. റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു എന്ന് മാത്രമല്ല അത്തരം സംഗതികളാണ് നടക്കുന്നത്. അറ്റ് ദി സെയിം ടൈം വേടനെ പോലെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഈ സർക്കാർ കാണിക്കുന്ന ചില കരുതലുകളുണ്ട്. അത് ബാക്കിയുള്ളവരുടെ കാര്യത്തിലില്ല. ഇവിടെ പ്രിവിലേജ് എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുന്നില്ലേ, വേടനെ പോലെയുള്ളവർക്ക് ലഭിക്കുന്നത് ആ പ്രിവിലേജിന്റെ ഒരു മുൻതൂക്കമാണ്. അല്ല ഇതില് അത്രയും വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യത്തിൽ നമുക്ക് പറയാം. ഒരു കേരള ഗവൺമെന്റിന്റെ ഒരു ആശുപത്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസ് ആയിക്കോട്ടെ, ഒരു സാധാരണ ഓഫീസ് ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരിടത്തും ഇന്നും ഒരു ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഈ നവോത്ഥാനക്കാർക്ക് ഈ 1956 തുടങ്ങി 2026 ആകുമ്പോഴത്തേനും ഏകദേശം 70 വർഷവും ഈ 70 വർഷം കൊണ്ട് ഇപ്പോഴും സാധിച്ചിട്ടില്ല. അവർക്ക് ഇപ്പോഴും വിവേചനം നേരിടേണ്ടി വരുന്നു. ഇത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കണ്ടു. ഒരു വ്യാജ പരാതി, ഒരു മാല കാണാതെ പോയി എന്ന് പറഞ്ഞ ഒരു വ്യാജ പരാതി കൊടുത്ത് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരു ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം കൂടി ഇടിച്ച് ശരിയാക്കി. അത് ദാഹിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ടോയ്ലറ്റിലെ വെള്ളം കുടിക്കാൻ പറയും. അതിനെ ഒരു ദിവസവും രാത്രിയും എല്ലാ നിയമങ്ങളും, സുപ്രീം കോടതി നിയമങ്ങളും ഗവൺമെന്റ് ഗൈഡ് ലൈൻസും എല്ലാം ലംഘിച്ച് അതിനെ പീഡിപ്പിക്കുകയും ചെയ്തു. അതിന്റെ വീട്ടുകാരെ കാണാൻ സമ്മതിച്ചില്ല, ഭക്ഷണം കൊടുത്തില്ല, ഇതെല്ലാം ചെയ്തു. എന്നിട്ടൊരു കേസെടുത്തിട്ടില്ല, ആൾക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. അതിഭീകരമായ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്. അതുപോലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ മാസ്റ്റേഴ്സിനോ പോസ്റ്റ് ഗ്രാജുവേഷനോ അപ്ലൈ ചെയ്യുന്നവരെ, PhD ചെയ്യാൻ പോകുന്നവർ, അവർക്ക് ഗൈഡിനെ കിട്ടുന്നില്ല, ഇവരെ വേണ്ട പരിഗണന കൊടുക്കുന്നില്ല, സ്കോളർഷിപ്പുകൾ കിട്ടുന്നില്ല. എന്നാൽ ഇതേ രീതിയിൽ പറയുന്ന ചെയ്യുന്ന ഗവൺമെന്റ് മദ്രസ ടീച്ചേഴ്സിന് IAS IPS ലെവലിലുള്ള ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് വീഴ്ചയൊന്നും വരുത്തുന്നില്ല, അവിടെ ഒരു പ്രശ്നവും ഇല്ലതാണ്. ഇതിലും പോലെ ഈ എന്താണ് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഒരു അഭയാർത്ഥിക്ക് ഇന്ത്യയിൽ ഉണ്ടായ മകനാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഈ ഇപ്പം പാട്ടുകാരനാന്നും പറഞ്ഞ് റാപ്പൊക്കെയാന്നും പറഞ്ഞ് അവതരിച്ചിരിക്കുന്നത്. പക്ഷെ അയാൾ ഒരിക്കലും ഇവിടെ ജെനുവിൻ ആയിട്ടുള്ള SC ST പ്രശ്നങ്ങളൊന്നും അയാൾക്ക് പാടാനില്ല. അയാൾ പാടുന്നത് മൊത്തം പലസ്തീനിലെ, ഹമാസിലെ അതുപോലത്തെ കാര്യങ്ങളാണ്. അതായത് ഏതോ ജിഹാദി എഴുതി കൊടുക്കുന്ന ചില പാട്ടുകൾ അയാൾ കൃത്യമായിട്ട് പാടുന്നുണ്ട്. അയാൾക്ക് ഒരു അജണ്ടയുണ്ട്, ഒരു കട്ടിംഗ് സൗത്ത് അജണ്ടയുണ്ട്, ഒരു ജിഹാദി അജണ്ടയുണ്ട്. ഇപ്പൊ എന്താ ഫോറസ്റ്റുകാർ പറയുന്നത് LTT അജണ്ട ഉണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കണമെന്നാ പറയുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇദ്ദേഹം വേടൻ സമുദായത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ ആ വാക്ക് കൊണ്ടുവന്നത് തന്നെ, ഇപ്പം ഞാൻ നാളെ ഒരു നായർ എന്നും പറഞ്ഞ് ചാടിയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നാളെ നായർ എന്നും പറഞ്ഞ് മറ്റേ എന്താണ് കുതിരവട്ടം പപ്പു കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്, ചെറിയാൻ നായർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം സിനിമയിൽ. അതുപോലെ ഞാൻ നാളെ സ്റ്റാൻലി നായർ എന്നും പറഞ്ഞ ഒരു പരിപാടി അവതരിപ്പിക്കാൻ തുടങ്ങി ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ ഇദ്ദേഹം വേറൊരു ജാതി പേര് ഉപയോഗിച്ചുകൊണ്ട് ശരിക്കും ആൾക്കാരെ ഫേക്ക് ആയിട്ടുള്ള കേസിൽ കൊടുക്കാൻ, അതായത് നമ്മുടെ നാട്ടിലെ SC ST പ്രൊട്ടക്ഷൻ നിയമങ്ങളൊക്കെ ഉണ്ട്, ആ നിയമത്തിൽ കൊടുക്കാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. അതായത് ഈ വേടൻ എന്ന് പറയുന്ന കക്ഷിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ മകനാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ സൈഡ് ഇന്ത്യൻ ആണെന്നും പറയും. അപ്പൊ അദ്ദേഹം ഒരു രീതിയിലും ഈ വേടൻ എന്ന് പറയുന്ന ഒരു സർനെയിം യൂസ് ചെയ്യുന്നതിന്റെ അകത്തൊരു അപാകതയുണ്ട്. നമ്മുടെ കുതിരവട്ടം പപ്പുവിന്റെ ഒരു കഥാപാത്രം നായർ എന്ന് പറയും. ലോഡ്ജ് പോയി മുറിയെടുക്കുന്നത്, പേര് മാറ്റി മുറിയെടുക്കുന്നത് ചെറിയാൻ നായർ എന്നുള്ള പേരിലാണ് മുറിയെടുക്കുന്നത്. അതുപോലെ നാളെ ഞാൻ ഇതിൽ വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് സ്റ്റാൻലി നായർ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുമോ? ഇല്ല. അല്ലാതെ അംഗീകരിക്കുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച്, സ്വന്തം കാര്യങ്ങൾ മറച്ചു വെച്ച് ഒരു മാസ്ക് ഇട്ടുകൊണ്ട് വേറെ ചില അജണ്ടകൾ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നാടിനെ പിളർക്കാനുള്ള അജണ്ടകൾ, അതായത് ജാതി അടിസ്ഥാനത്തിലും മതാടിസ്ഥാനത്തിലും ഒക്കെ നാടിനെ പിളർക്കാനുള്ള പരിപാടികൾ, ജോഗ്രഫി അടിസ്ഥാനത്തിലും പിളർക്കാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത്.
വേണമെങ്കിൽ അതിനെ ഒരു LTT ജിഹാദി അജണ്ട എന്ന് ഒന്ന് പരിശോധിക്കാം. ഫോറസ്റ്റുകാർ ഓൾറെഡി LTT അജണ്ട ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ഫോറസ്റ്റുകാരനെ സ്ഥലം മാറ്റുക ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ഫോറസ്റ്റുകാരനിൽ നിന്ന് മൊഴിയെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് അനിയന്ത്രിതമായിട്ട് ജാതികൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലും വിരോധമുണ്ടാക്കുന്ന രീതിയിലും ഇന്ത്യയെ വിഘടിപ്പിക്കാനുള്ള ഒരു അജണ്ട അയാളുടെ പാട്ടുകളിലുണ്ട്. കാരണം അയാൾ പറയുന്ന ഈ പാട്ടുകൾ എന്ന് പറയുന്നത് അയാൾ എഴുതുന്നതല്ല. ഏതോ ജിഹാദി എഴുതുന്ന ക്യാപ്സൂളുകളാണ് പാട്ടായിട്ട് വരുന്നത്. AKG സെന്ററിലോ ഇന്ദിരാഭവനിലോ ഇരുന്ന് കുത്തിയിരുന്ന് ഏതോ ജിഹാദി എഴുതുന്ന പാട്ടുകളാണ് ഇയാൾ പാടുന്നത്. അപ്പൊ ഇതുവരെ അദ്ദേഹം ഏതെങ്കിലും ജെനുവിനായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾക്കോ SC/ST വിഭാഗങ്ങൾക്കോ വേണ്ടി ശബ്ദിക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് SC/ST വിഭാഗങ്ങളോടും OBC വിഭാഗങ്ങളോടും ജിഹാദികളുടെ കൂടി മറ്റുള്ള ആൾക്കാർക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള ഒരു ഹമാസ് നിലപാടാണ് പുള്ളി എടുക്കുന്നത്. അത് തന്നെ സംശയാസ്പദമാണ്. ഇത് മാത്രമല്ല, കേരള ഗവൺമെന്റിന്റെ ഇക്കാര്യത്തിലെ നീക്കങ്ങളെല്ലാം അതിലും സംശയാസ്പദമാണ്. കാരണം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ പെട്ടെന്ന് നിയമങ്ങൾ ഉപയോഗിക്കുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പം ഇതിന്റെ പുറകിൽ ഈ രാജ്യവിരുദ്ധ സെഡിഷൻ അജണ്ടകൾക്കെല്ലാം പുറകിൽ കേരള ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് പ്രതിയാണോ? ഒഫീഷ്യലായിട്ട് കേരള ഗവൺമെന്റിനെ നയിക്കുന്ന CPM-ഉം LDF-ഉം മന്ത്രിസഭയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യവും കേന്ദ്രം അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം പരാതി ഒന്നും ഇല്ലാതെ തന്നെ കേരളം ഇതിൻ്റെ അകത്തേക്ക് വലിയ നടപടിയായിട്ട് എടുത്തു ചാടുമ്പോൾ കേരളത്തിനും ഇതിൻ്റെ അകത്ത് ഒരു അജണ്ടയുണ്ട്. അതായത് വേടന്റെ അതിലും ജിഹാദികൾക്കും ഉണ്ട്. അതാണ് കേന്ദ്രം അന്വേഷിക്കേണ്ട ഒരു കാര്യം. കാരണം ഇങ്ങനെ ഓരോ ഫേക്ക് ബ്രാൻഡ് അംബാസിഡർമാരെയും ഫേക്ക് ഐക്കണുകളെയൊക്കെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒരു അനോമാലിയുണ്ട്, അതിൻ്റെ അകത്തൊരു രാജ്യദ്രോഹമുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെന്റ് ആണ് ഇതിൻ്റെ അകത്തെ ഒന്നാം പ്രതി. വേടനെ ഒരു ടൂളായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ സെഡിഷൻ ലോബി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കപ്പെടണം. അയാളുടെ സ്വാതന്ത്ര്യം അതൊക്കെ മാനിക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് ഇവിടെ അനേകം പാട്ടുകാരും കലാകാരന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഇദ്ദേഹം കാണിക്കുന്ന ഈ പരിപാടികൾ, ഇദ്ദേഹത്തെ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു, പിന്നീട് വിട്ടു എന്ന് പറഞ്ഞു, അറിയാതെയാന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള പല നാടകങ്ങളും ഇതിന്റെ അന്തർനാടകങ്ങളും ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്ന ഒരു സമുദായത്തിന്റെ പേര്, വേടർ സമുദായത്തിന്റെ പേര് എങ്ങനെയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് കേരള ഗവൺമെന്റ് അതിന് കൂട്ടുനിൽക്കുന്നത്, തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു SC/ST സമുദായത്തിന്റെ സർനെയിം ഇയാൾ എങ്ങനെ എടുത്തുപയോഗിക്കുന്നു. അപ്പൊ അതിൻ്റെ അകത്തും ഒരു അന്വേഷണം ആവശ്യമാണ്. കാരണം നമുക്ക് വേണ്ടത് ഒറിജിനൽ ഐക്കൺസ് ആണ്, വ്യാജ ഐക്കൺസ് അല്ല. ആ വ്യാജ ഐക്കൺസിനെ ഇല്ലാണ്ടാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കേണ്ടത്. പക്ഷെ വ്യാജ ഐക്കൺസിനെ ഉണ്ടാക്കാനും പ്രൊമോട്ട് ചെയ്യാനുമാണ് കേരള ഗവൺമെന്റും പച്ചവെളിച്ചം പോലീസും ജിഹാദികളും ശ്രമിക്കുന്നത്. ഇതിനകത്ത് രണ്ടുപേരെ കുറ്റകരമായ സൈലൻസ് ഉണ്ട്. കേരളത്തിലെ മീഡിയ ഈ നാടകങ്ങൾക്കെല്ലാം പിന്തുണ കൊടുക്കുകയാണ്. കേരളത്തിലെ TV-യും പത്രങ്ങളും ഈ നാടകങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന UDF-ഉം ഈ കള്ളത്തരങ്ങൾക്കെല്ലാം പിന്തുണ കൊടുക്കുകയാണ്. അപ്പൊ ഇത് ഒരു ഇന്ത്യ അലയൻസ് പ്രോഗ്രാമിന്റെ കട്ടിംഗ് സൗത്ത് തന്നെ ആണോ? കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസ് പ്രോഗ്രാം ആണോ ഇത് എന്നുള്ള കാര്യവും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും. എന്തായാലും ഇക്കാര്യത്തിൽ ഈ SC/ST വിഭാഗങ്ങൾക്കിടയിലുള്ള പല പ്രശ്നങ്ങളിലും കേരള സർക്കാർ കാണിക്കുന്ന വിഭാഗീയത അത് ഇപ്പോഴിതാ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. സ്റ്റാൻലി സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ ഇത്തരത്തിൽ ഇവരെ നടത്തുന്ന പല തീരുമാനങ്ങളും, വേടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം, അല്ലാത്ത പക്ഷം മറ്റൊരു തീരുമാനം. സാർ അതിന്റെ ഉദാഹരണ സഹിതമാണ് സാർ ഈ വിഷയത്തെ ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. ഒരു ദളിത് സ്ത്രീക്കെതിരെ ഉണ്ടായ ഒരു മോഷണ കുറ്റം, അതിനെ പോലീസുകാർ എങ്ങനെ നേരിട്ടു, കുറ്റക്കാരി അല്ലെന്ന് തെളിഞ്ഞതിന് ശേഷം എന്ത് നടപടി ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ ഈ സർക്കാരിന് കൈമലർത്താൻ മാത്രം സാധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.